ഇരട്ടക്കൊലപാതകം, പ്രതിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലെന്ന്. പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലെന്ന് സൂചന. വ്യാഴാഴ്ചയാണ് പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കോദാർനാഥിലുള്ള വിശ്രമകേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച കുറിപ്പിലുണ്ടായിരുന്ന നമ്പറിലേക്ക് ആശുപത്രി ജീവനക്കാർ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ബന്ധുക്കൾ അന്വേഷണ സംഘത്തെ വിവരമറിയിച്ചത്. ജൂൺ 4-നാണ് ഇരട്ടക്കൊലപാതക വിവരം പുറത്തുവരുന്നത്. പടിയൂർ പഞ്ചായത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വെള്ളാനി കൈതവളപ്പിൽ പരമേശ്വരന്റെ ഭാര്യ 74 വയസ്സുള്ള മണി, മകൾ 43 വയസ്സുള്ള രേഖ എന്നിവരാണ് മരിച്ചത്. പ്രേംകുമാറിന്റെ ഭാര്യയായ രേഖയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച കുറിപ്പിലൂടെയും ചിത്രങ്ങളിലൂടെയുമാണ് മരണം കൊലപാതകമാണെന്നും പ്രതി പ്രേംകുമാറാണെന്നുമുള്ള സൂചന ലഭിക്കുന്നത്. പ്രതിയുടെ രണ്ടാം ഭാര്യയാണ് രേഖ. ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെ ജാമ്യത്തിലിറങ്ങിയാണ് രേഖയെ വിവാഹം കഴിക്കുന്നത്. കൊലപാതകം നടത്തിയതിനു ശേഷം നാട്ടിൽ നിന്ന് മുങ്ങിയ പ്രതിക്കായി പോലീസ് 3 ഭാഷകളിലായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതി ഡൽഹിയിലുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ഡൽഹിയിലെത്തിയ സമയത്താണ് പ്രേംകുമാറിന്റെ മരണവിവരം അറിയുന്നത്. തുടർന്ന് അന്വേഷണ സംഘം സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല.